Morning. So today we are going to take the topics Ohm's law, factors which resistance are dependent on, and resistance of a system of resistors. So these three topics are from the chapter Electricity from the 10th CBSE Physics. So these three topics are very small topics. First of all, starting with Ohm's law. Ohm's law കൊണ്ടുവന്നത് ജോർജ് സൈമൺ ഓം ആണ് 1827 സോ ദിസ് ലോ ഹാസ് കമ്മിങ് ഫ്രം ഹി ഹാസ് കണ്ടക്റ്റഡ് ആൻ എക്സ്പെരിമെൻറ്റ്. ആ എക്സ്പെരിമെൻറ്റിൽ ഒരു സർക്യൂട്ടിൽ വോൾട്ടേജും കറണ്ടും ഓരോ സ്റ്റെപ്പിൽ ഇൻക്രീസ് ചെയ്ത് നോക്കി. സോ ഹി ഹാവ് ഗോട്ട് ദ റിസൾട്ട് ദാറ്റ് V/I എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ടു ദ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് എല്ലാ സ്റ്റെപ്പിലും മീൻസ് ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ വോൾട്ടേജും കറണ്ടും കൂട്ടി, അതിനെക്കാട്ടിലും നെക്സ്റ്റ് സ്റ്റെപ്പിൽ കൂട്ടി, അങ്ങനെ 3 or 4 5 ടൈംസ് അയാൾ ചെയ്തിട്ട് എല്ലാ സ്റ്റെപ്പിലും V/I റേഷ്യോ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ സ്റ്റെപ്പിലും സെയിം ആയിട്ടാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. So he have concluded that the voltage is directly proportional to current. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. വോൾട്ടേജ് എത്രത്തോളം കൂടുന്നുണ്ടോ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ടും കൂടുന്നുണ്ട് എന്ന് അയാൾ കൺക്ലൂഡ് ചെയ്തു. സോ ദിസ് ലോ ഈസ് കോൾഡ് ഓംസ് ലോ. വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ചേഞ്ച് ചെയ്യണം അല്ലേ. സോ ഫോർ ദാറ്റ് വി ഹാവ് റിട്ടൺ ദാറ്റ് V/I ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് ആ കോൺസ്റ്റൻറ്റിന് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിന് നമ്മളൊരു പേര് കൊടുത്തു, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് ആർ. V/I ഈസ് ഈക്വൽ ടു ആർ, ഓർ വി ക്യാൻ റൈറ്റ് V ഈസ് ഈക്വൽ ടു IR. ഇതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. V ഈസ് ഈക്വൽ ടു IR എന്ന് പറയുന്നതാണ് ഓംസ് ലോ. സോ V/I ഈസ് ഓൾവേസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ദ റെസിസ്റ്റൻസ്. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് റെസിസ്റ്റൻസ് എന്താണ് എഴുതാലോ. What is that? R is equal to V/I. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V/I എന്ന് പറയുന്ന ഒരു ഇവിടെ എഴുതിയ അതേത് തന്നെ R is equal to V/I. വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, സോ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യെസ്, ഓം ഇറ്റ്സെൽഫ്. ഓം ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. സോ ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. നമ്മൾ ഇങ്ങനെയാണ് ഓമിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ഓം. നൗ നമുക്ക് ഈ റെസിസ്റ്റൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം അല്ലേ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് റെസിസ്റ്റൻസ് ആർ ഡിപ്പെൻഡഡ് ഓൺ? സോ മെനി എക്സ്പെരിമെൻറ്റ്സ് ആർ കണ്ടക്റ്റഡ്, മെനി സ്റ്റഡീസ് ആർ കണ്ടക്റ്റഡ് ഓൺ ദിസ്, ആൻഡ് they have found that 3 factors, 3 ഫാക്ടേഴ്സിനെയാണ് ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലെങ്ത് ഓഫ് കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്തിനെ, അതേപോലെ ഏരിയ, അതേപോലെ നേച്ചറിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ സർക്യൂട്ടിലും കണ്ടക്ടേഴ്സിൻ്റെ നേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം ഒരു സർക്യൂട്ടിൽ അലൂമിനിയം എടുത്തു, ഒരു അലൂമിനിയം വയർ, ഒരു സർക്യൂട്ടിൽ കോപ്പർ വയർ എടുത്തു, അടുത്ത സർക്യൂട്ടിൽ നിക്രോൺ, ലൈക്ക് ദാറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ എന്തുണ്ടാവും, വേരിയേഷൻസ് ഉണ്ടാവും. ബിക്കോസ് നാച്ചർ ഓഫ് ദ മെറ്റീരിയലിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് ഈസ് റെസിസ്റ്റൻസ് നമുക്കറിയാലോ. കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒരു ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വി ആർ യൂസിങ് ദിസ് ഫാക്ടർ ഇൻ ദ സർക്യൂട്ട്. എന്തിനാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്? അധികമായിട്ടുള്ള കറണ്ട് ഫ്ലോയിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, so these 3 factors which resistance are dependent upon. So എങ്ങനെയാണ് ഇത് ഡയറക്റ്റ് ആയിട്ടാണോ ഇൻവേഴ്സ് ആയിട്ടാണോ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. സോ R is directly proportional to L and R is inversely proportional to area. ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് എന്താണ് ചെയ്യുക, കൂടുകയാണ് ചെയ്യുക. ഇനി ഏരിയ കൂട്ടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. കാരണം തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ, ഒരു കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റെസിസ്റ്റൻസ് കുറയും അല്ലേ, കറണ്ടിന് നല്ലോണം കടന്നു പോകാൻ സാധിക്കും.
So R is directly proportional to L and R is directly proportional to 1/A. So നമുക്ക് രണ്ടും കൂടി എങ്ങനെ എഴുതാം? R is directly proportional to L/A എന്ന് എഴുതാം. So here also we have to convert the proportionality constant directly proportional to L/A. ആ ഒരു proportionality constant ആണ് rho എന്ന് നമ്മൾ കൊടുക്കുന്നത്. And this rho is the resistivity of material. നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് റോ. ആ റോ എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. ആൻഡ് ദിസ് റോയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഓം മീറ്റർ. ഓക്കെ, എങ്ങനെ കിട്ടുന്നത് ഓം മീറ്റർ? യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ്, we can write rho is equal to RA/L. Unit of resistance is ohm, area is meter square and length is meter. So m cut ചെയ്തിട്ട് നമുക്ക് ohm meter ന്ന് unit of rho പറയാം. Okay, this is the factors which is resistance are depending. എന്തിനൊക്കെയാണ്? length, area of cross section, nature of material. Okay, സോ റെസിസ്റ്റിവിറ്റി കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഈ റെസിസ്റ്റിവിറ്റിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് മെറ്റൽസിന് റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. 10⁻⁻8 to 10⁻⁻6 ഓം മീറ്റർ റേഞ്ചിലാണ് മെറ്റൽസിൻ്റെ റെസിസ്റ്റിവിറ്റി കാരണം എന്താണ്? മെറ്റൽസ് നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ആണല്ലേ. പിന്നെ ഇൻസുലേറ്റേഴ്സ് ലൈക്ക് ഗ്ലാസ്, പ്ലാസ്റ്റിക്, ഇതിൻ്റെയൊക്കെ 10⁻16 to 10⁻17 ആ ഒരു 14 to 17 റേഞ്ചിലൊക്കെ റെസിസ്റ്റിവിറ്റി കാണപ്പെടും. കാരണം ദേ ആർ ഇൻസുലേറ്റേഴ്സ്, ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ്. കറണ്ട് കടത്തിവിടാത്തതായതുകൊണ്ട് റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ 10⁻⁻6ൻ്റെയും 10⁻⁷ ഈ ഒരു ഇടയിൽ റേഞ്ചിലായിട്ടാണ് അലോയ്സിൻ്റെ റെസിസ്റ്റിവിറ്റി നേച്ചർ കാണാറ്. ഓക്കെ, സോ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വൈ കോപ്പർ വയർസ് ആർ യൂസ്ഡ് മോർ ദാൻ അലോയ്സ്? നിക്രോം വയറിനെക്കാട്ടിലും കൂടുതൽ കോപ്പർ വയർ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു? ലൈക്ക് ദാറ്റ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ദാറ്റ് ക്വസ്റ്റ്യൻസ് ആർ ബേസ്ഡ് ഓൺ റെസിസ്റ്റിവിറ്റിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഇൻ എ സിസ്റ്റം ഓഫ് റെസിസ്റ്റേഴ്സ്. നമ്മൾ സീരീസ് കണക്ഷനിലെയും പാരലൽ കണക്ഷനിലെയും റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇൻ ദ സീരീസ് കണക്ഷനിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞേ? സോ ഇൻ ദ സർക്യൂട്ട് ദർ ഇസ് എ സെൽ ആൻഡ് വോൾട്ട്മീറ്റർ. 3 റെസിസ്റ്റൻസും ഉണ്ട്. സോ നമ്മളതിന് R1, R2, R3 എന്ന് കൊടുക്കും. ഓക്കെ, വോൾട്ട്മീറ്റർ ഉണ്ട്. സോ സീരീസ് കണക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ് the current flowing in that through that circuit is a constant എന്നുള്ളത്. കറണ്ട് അവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും. R1 കൂടെ പോകുന്ന കറണ്ടും R2 കൂടെ പോകുന്ന കറണ്ടും R3 കൂടെ പോകുന്ന കറണ്ടും തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. ദർ ഈസ് നോ ഡിഫറൻസ്. സോ ഫ്രം ദ ഓംസ് ലോ നമുക്ക് 3 ഇക്വേഷൻസ് എഴുതാലോ. ഫ്രം ഓംസ് ലോ V1 is equal to IR1, V2 is equal to IR2, V3 is equal to IR3. ഇങ്ങനെ എഴുതാമല്ലോ അല്ലേ? കാരണം വോൾട്ടേജ് ഡിഫറൻസ് ആണ്. വോൾട്ടേജ് ഓരോ റെസിസ്റ്റൻസിനും മാറുന്നുണ്ട്. സോ ആഡിങ് ദീസ് 3 equations what we get? Adding those 3 equations we get V1 plus V2 plus V3 is equal to I into R1 plus R2 plus R3 അല്ലേ? സിമ്പിൾ ആണ് അല്ലേ? സോ നമ്മൾ ടോട്ടൽ V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് പറയുന്ന ടോട്ടൽ വോൾട്ടേജ് നമ്മൾ V ആയിട്ട് കൊടുക്കുന്നു. V is equal to I into R1 plus R2 plus R3. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? V by I. V by I is equal to R1 plus R2 plus R3. So who is V by I? Yes, total resistance capital R. അല്ലെങ്കിൽ നമ്മളിവിടെ സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നമുക്ക്
നമ്മൾ ആ റെസിസ്റ്റൻസിനെ RS എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. ഒന്നുമില്ല, സീരീസ് കണക്ഷനാണ്. സോ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സീരീസ് കണക്ഷൻ ഇസ് RS ആയിട്ട് കൊടുത്തു. സോ RS ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. നമുക്ക് ആൻസർ കിട്ടി. സീരീസ് കണക്ഷനിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? R1 പ്ലസ് R2 പ്ലസ് R3 ആണ്. ഓക്കെ അല്ലേ? സോ സീരീസ് കണക്ഷനിലുള്ള റെസിസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ റെസിസ്റ്റൻസും കൂടി ആഡപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് ആഡ് ഓൾ ദ റെസിസ്റ്റൻസ് ഗിവൺ. ഓക്കെ, വേറൊരു ഒന്നും ചെയ്യണ്ട. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാ റെസിസ്റ്റൻസും കൂടി ആഡ് ചെയ്താൽ കിട്ടും. നൗ വി ക്യാൻ ഗോ ടു ദ പാരലൽ കണക്ഷൻ. ഓക്കെ, പാരലൽ കണക്ഷനിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വോൾട്ടേജ് ആണ് കോൺസ്റ്റൻറ്റ്. വോൾട്ടേജ് 3 റെസിസ്റ്റൻസിൽ കൂടി പോകുന്ന വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ I എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. I1, I2, I3 മൂന്നിൽ കൂടെ പോകുന്ന കറണ്ട് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്? ഇത് ബ്രാഞ്ച് ആയിട്ടാണ് പാരലൽ കണക്ഷൻ ഉള്ളത്. സോ ഓരോ ബ്രാഞ്ചിലേക്കും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് കറണ്ട് പോവുക. ടോട്ടൽ കറണ്ട് കൊടുത്ത സെല്ലിൻ്റെ കറണ്ട് തന്നെയായിരിക്കും. Now B is a constant. From Ohm's law we can directly write that B by I1 plus B by I2 plus B by I3 is equal to B by R1 plus B by R2 plus B by R3 is equal to I1 plus I2 plus I3. ഇങ്ങനെയാണ്. കാരണം I is equal to V by R ആണ് അല്ലേ? I is equal to V by R ആണ്. ആൻഡ് ഇവിടുത്തെ I എന്താണ്? ഡിഫറൻസും ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് B by R1 plus R2 plus R3 is equal to I1 plus I2 plus I3. സോ ടോട്ടൽ I ആയിട്ട് കൊടുക്കാം. സോ നമുക്ക് ബിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം. I by B 1 by R1 plus 1 by R2 1 by R1 plus R2 plus 1 by R3 is equal to I by B. I by B ആരാണ്? ഇതിനെങ്ങനെ എഴുതാം? 1 by R1 plus 1 by R2 plus 1 by R3 is equal to I by B. I എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ആണ് കേട്ടോ. I by B ആരാണ്? 1 by R ആണ് അല്ലേ? അപ്പോൾ 1 by R. ഇതാരാണ്? RP. ടോട്ടൽ പാരലൽ കണക്ഷനിലുള്ള റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് RP. സോ വി ഗെറ്റ് 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. This is the equation for parallel resistance. So parallel resistance is reciprocal of all resistance ആണ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ സമ്മപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. സീരീസ് കണക്ഷനിൽ എല്ലാം കൂടി ആഡപ്പ് ചെയ്യാണ്. സോ ദർ ഈസ് ഇൻക്രീസ് ഇൻ ദ റെസിസ്റ്റൻസ്. ആൻഡ് പാരലൽ കണക്ഷനിൽ വി ആർ ടേക്കിംഗ് ദ റെസിപ്രോക്കൽസ് ആൻഡ് ആഡിങ്. സോ പാരലൽ കണക്ഷനിലുള്ള റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടുകയാണോ കുറയാണോ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. So that's all for the topics today. Okay, thank you.